ഹലോ യാമില്ല. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് പോരി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം. സാധനം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസിനെ ഹാഫ് ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ 3 സൈഡും നല്ലോണം കട്ട് ചെയ്തെടുക്കുക. ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കളയണം എന്നല്ല പറഞ്ഞത്. ഇതുപോലെ ഒരു സ്ക്വയർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ഇന്ന മെഷർമെന്റ് ഒന്നുമില്ല, നമുക്ക് വേണ്ട വലുപ്പത്തിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് അതുകൊണ്ട് മെഷർ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ ഞാൻ വെച്ചുകൊടുത്തിട്ട് വരച്ച ആ സാധനം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ബോക്സിന്റെ ഈ ഒരു സൈഡും കൂടി ഒന്ന് മേലഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല ഓപ്പൺ ആയി കിട്ടുന്ന ഒരു ബോക്സ് ആയി കിട്ടും. ഇനിയിപ്പോ നിങ്ങൾക്കുള്ള ഡൗട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിന്റെ ഈ 2 സൈഡും നിൽക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിക്കണം. എങ്ങനെ? ഇങ്ങനെ ഒട്ടിക്കണം. ഈ ബോക്സ് എടുക്കുന്നതിന്റെ മുന്നേ ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു LED ബൾബിന്റെ ഒരു ബോക്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കട്ട് ചെയ്തത് മാറിപ്പോയതുകൊണ്ട് തന്നെ അത് എനിക്ക് പകുതിന്ന് വെച്ചിട്ട് അത് മാറ്റേണ്ടി വന്ന്. അങ്ങനെയാണ് എനിക്ക് ഈ ബോക്സ് എടുക്കേണ്ടി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് ബോക്സിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിന്റെ ആ കട്ടിങ് മാത്രം ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. ഇനി ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പേപ്പർ റോൾ ചെയ്തിട്ടായതും വെച്ചാൽ മതി. ഞാൻ പേപ്പർ റോൾ ചെയ്തതും ബാംബൂ സ്റ്റിക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 2 ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിന്റെ 2 സൈഡിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ മേലത്തെ കോർണറിൽ നിന്ന് താഴത്തെ കോർണർ തെറ്റി ബാക്കിലേക്കായിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലൊക്കെ തന്നെ സ്റ്റിക്ക് ചെയ്താൽ മതി. കേൾക്കുമ്പോൾ കുറച്ച് ടഫായി തോന്നും, എനിക്കിത് ചെയ്യുന്നതിന്റെ മുന്നേ അങ്ങനെയൊക്കെ തന്നെ തോന്നിയത്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ 4 വീൽസ് ഉണ്ടാക്കിയെടുക്കുക. വീൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ മെഷർ ചെയ്തത് ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. അത് ഞാൻ പേപ്പർ സ്ട്രോന കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേപ്പർ ട്രോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമന്റും പറയാം.